അപ്പോഴേ ഞാനിന്നുള്ളത് നമ്മുടെ പാലക്കാട് ലുലു മാളിൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് നമ്മുടെ മേഴ്സി കോളേജ് KSRTCക്കൊക്കെ പോകുന്ന റോഡില്ലേ, ആ റോഡിനെ കയറി കഴിഞ്ഞാൽ ഇതാ കാണുന്ന ബിൽഡിംഗ് കാണുന്നുണ്ട്, അതാണ് നമ്മുടെ ലുലു വരുന്നത് കേട്ടോ. അപ്പം ആ ലുലുവിൻ്റെ അവിടെ നേരെ വരുന്ന സമയത്ത് നമ്മുടെ പുഴയ്ക്കൽ ജംഗ്ഷൻ, ഈ പുഴയ്ക്കൽ ജംഗ്ഷൻ നമ്മുടെ ഒരു ഗണപതിയുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ, ഈ ഗണപതിയുടെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഒരു റോഡ് ഇറങ്ങി വരുന്നുണ്ട്, കനാൽ റോഡ്. ആ കനാൽ റോഡാണ് ഈ കനാൽ റോഡ്. അതായത് ആ പുഴയ്ക്കൽ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഒരു 500 മീറ്റർ നേരെ സ്ട്രെയിറ്റ് വരും കേട്ടോ. സ്ട്രെയിറ്റ് വരുന്ന സമയത്ത് നേരെ വരുമ്പോൾ നമ്മുടെ മടപ്പള്ളത്ത് നിന്ന് ആ ബോർഡ് കാണാൻ പറ്റും. ആ മടപ്പള്ളത്ത് നിന്നുള്ള ബോർഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റും. ഈ ബ്രിഡ്ജിനകത്തേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഈ വീടിനോട് ചേർന്നിട്ട് നമുക്കൊരു 8.5 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പ്രൈം ലൊക്കേഷനാണ്. ശരിക്കും നമ്മുടെ ലുലുവിക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഒരു 2 കിലോമീറ്ററാണ് ദൂരമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിലോട്ടാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ, അതുപോലെ നമ്മുടെ പാലാന ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ 2 കിലോമീറ്റർ കേട്ടോ. അത്രയും അടുത്തുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കത് ഈ കാണുന്ന വീടിനോട് ചേർന്നിട്ട് ഒരു 8.5 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും എല്ലാ വാഹനവും വരാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ടാർ റോഡാണ്. ഈ ടാർ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിനോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഈ മതിൽ തൊട്ട് ഇതുവരെ ഏകദേശം ഒരു 4.5 മീറ്റർ, നല്ല 4 മീറ്റർ റോഡുണ്ട്. ഈ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ആ റോട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്ന സമയത്തുണ്ടോ, ഇവിടെ നിന്ന് ഈ മതിലില്ലേ, ഇവിടെ നിന്ന് ഇത് വരെ കേട്ടോ. ഇത് നല്ല റോഡാണ്. ചെറിയ രീതിയിലുള്ളൊരു ഫില്ലിങ് ആവശ്യം വരില്ല. ഇനി ഫില്ലിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്ലോപ്പിൽ വരുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 4 മീറ്റർ റോഡ് ഈ എൻഡ് വരെ വരും കണ്ടോ. ഏകദേശം ഈ ഒരു എൻഡ് വരെ. ഇതിനപ്പുറത്തേക്കും നല്ല പ്ലോട്ടുകളുണ്ട് കേട്ടോ. ഈ 2 സൈഡിലും നമുക്ക് പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതേ ഈ കാണുന്നതാണ് കേട്ടോ. അപ്പം ഓണർ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് ചെറിയ കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്. അപ്പം ഈ ലാൻഡാണ് നമുക്ക് മൊത്തം കൊടുക്കാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇത് വരുന്നത് വെച്ചാൽ ബൗണ്ടറി ഒന്ന് ഈ ഒരു വാള് വരും കേട്ടോ. അതായത് ഈ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ട് ആ എൻഡ് വരെ. പിന്നെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മതിലില്ലേ, അതങ്ങനെ എൻഡ് വരും. പിന്നെ അതിനോട് ചേർന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഈ കമ്പിവേലി കൊടുത്തിട്ടില്ലേ, ഇതങ്ങനെയേ വരും. ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു പീസും. അങ്ങനെ ഈ കാണുന്ന കറക്റ്റായിട്ടുള്ളൊരു 8.5 സെൻറ്റ് കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ട്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പ്ലോട്ടാണ് സെയിലിന് വന്നിരിക്കുന്നത്. ശരിക്കും നമുക്കൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്ററിലൊക്കെ വീട് വെച്ചാൽ ബാക്കിലും അതുപോലെ നല്ല ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ. നല്ല പ്രൈം ലൊക്കേഷനാണ്. നമുക്കിനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഭാവിയിലൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. കാരണം ഇപ്പം ഓപ്പോസിറ്റിൽ ഇവിടെ ഒരു വീട്, അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ ഓരോ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല കിട്ടുന്നുണ്ടോ. പിന്നെ സൈലൻ്റായിട്ട് ഇരിക്കുക. ടൗൺ അടുത്താണോ എന്ന് വെച്ചാൽ വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ യാതൊരു ശല്യമോ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 3,50,000 രൂപയാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കാണുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നേരിട്ട് നിങ്ങൾ ഓണറെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്.